അമേരിക്കയിൽ 2021 10 കൂടുതൽ സയൻസ് ഫിക്ഷൻ പടങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ തമിഴിൽ 2021 പുറത്തിറങ്ങിയ ഒരേ ഒരു കാർഷിക വിളവെടുപ്പ് പടം ഭൂമി. ഈ പടം റോസ്റ്റ് ചെയ്യാനായി യൂട്യൂബിലിട്ടപ്പോ അവരെനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു. സ്ട്രൈക്ക് മാറ്റാൻ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. പുതിയ സിനിമകളും പാട്ടുകളും ഫുക്രു എഫ്എമ്മിന്റെ നാറിയ പരസ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നവർക്ക് സ്ട്രൈക്ക് ഇല്ല. ഇതുപോലത്തെ ഉണക്കപ്പടം റോസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് സ്ട്രൈക്ക്. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത കുറെ ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട്. അതൊക്കെ നമ്മുടെ ഭൂമിയെ പോലെ മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റുന്നതാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ആരോ ചോദിച്ചപ്പോ എല്ലാ സയന്റിസ്റ്റുകളും ഒറ്റയടിക്ക് പറഞ്ഞു മുടിയാതെ, അവർക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ ഒരാൾ മാത്രം അതൊക്കെ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. അയാൾ ആരാന്നറിയോ? ഭൂമിനാഥൻ. എല്ലാ കുഴந்தைகளும் A4 ആപ്പിൾனு പഠിച്ചിട്ട് இருக்கும்போது இவர் மட்டும் അപ്പച്ചർ ഓഫ് റേഡാർனு പഠിച്ചിട്ട് இருந்தாரு. അമ്പോ, കുട്ടിക്കാലത്ത് A4 ആപ്പിൾ എന്ന് പറയാൻ തന്നെ മുക്കണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് അയാളുടെ അപ്പച്ചന്റെ റേഡിയോ. ഇവർ மட்டும் അപ്പച്ചർ ഓഫ് റേഡാർனு പഠിച്ചിട്ട് இருந்தாரு. மார்ஸ்ல 96% கார்பன் டை ஆக்சைடு தான். இந்த டேப்லெட் எடுத்துக்கிட்டோம்னா செவ்வாய் கிரகத்துல கார்பன் டை ஆக்சைடை சுவாசிச்சு நம்மளால உயிர் வாழ முடியும். കൊള്ളാലോ. ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ ശരീരം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോഴാണ് ഇയാള് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗുളിക ഉണ്ടാക്കി വിടുന്നത്. അപ്പൊ ഓക്സിജന്റെ എല്ലാ ഗുണവും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കിട്ടും, അല്ലേ ഭൂമിനാഥ? മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. നിലവിൽ നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. അപ്പൊ ഇയാളുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് നമ്മൾ എന്താ പുറത്തുവിടുക? എന്താ പുറത്തുവിടുക? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഭൂമിനാഥൻ കണ്ടുപിടുത്ത ഈ അപൂർവ ഗുളിക ചുക്കുവെള്ളത്തിൽ ചാലിച്ച് അകത്താക്കിയ ഓക്സിജന്റെ വെളുപ്പ്, ഓക്സിജന്റെ ചവർപ്പ്, ഓക്സിജന്റെ പുളിപ്പ് ഇതെല്ലാം നിശ്ലേഷം മാറിക്കിട്ടും. ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. செடிகளும் மரங்களும் வளர்ந்ததுக்கு அப்புறம் நம்மளுடைய கெஸ்டா பறவைகளை மார்ஸுக்கு அனுப்ப போறோம். பறவைகளால காடுகள் உருவாக ஆரம்பிச்சிருச்சுன்னா மனித இனம் உயிர் வாழ தேவையான ஆக்சிஜன் கிடைச்சிடும். എടാ അറിവ് കെട്ട മുണ്ടമേ, പറവകളെ മാത്രം മാർസിലേക്ക് കയറ്റിവിട്ടാ എങ്ങനെയാണ് മച്ചാനെ അവിടെ കാടുണ്ടാവാൻ പോകുന്നത്? ഈ പറവ മൊട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കാടുണ്ടാവില്ലല്ലോ. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. നാസയെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഇത് കേട്ട് കൈയടിക്കാൻ കുറെ മണ്ടന്മാരും. ഇത്രയും വലിയൊരു പരീക്ഷണവും ഗുളികയും കഷായം ഒക്കെ കണ്ടുപിടിച്ച നമ്മുടെ ഭൂമിനാഥന് നാസ 1 മാസം ലീവ് കൊടുക്കുകയാണ്. ആ ലീവ് ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിനാഥൻ തമിഴ്നാട്ടിലേക്ക് വരികയാണ്. അമേരിക്കയിൽ നിന്ന് വന്നതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഭൂമിനാഥൻ എപ്പോഴും കഴുത്തിലൊരു സോപ്പ് ഡപ്പയും തൂക്കിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ ക്യൂട്ട്നെസ് കൊത്തി നിറച്ച ഒരു ഇൻട്രോ. നമ്മുടെ നായികക്ക് ചൂജി പേടിയാണ്. ഈ സിനിമ മൊത്തം ഇതുപോലെ ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വെതറിയിരിക്കുകയാണ്. നമ്മളൊക്കെ ഉറക്കത്തിൽ എന്താ ചെയ്യാ? ഒന്നില്ലെങ്കിൽ അടുത്ത് കിടക്കുന്നവനെ ചവിട്ടി താഴെടും, അല്ലെങ്കിൽ കിടക്കയിൽ മൂത്രമൊഴിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ നായിക 3 പേജിൽ കവിയാത്ത ഉപന്യാസമൊക്കെയാണ് ഉറക്കത്തിൽ വിളിച്ചു പറയുന്നത്. A few moments later. சின்ன வயசுல இருந்தே பூமி எனக்கு ரொம்ப பிடிக்கும். பூமிய ஹஸ்பண்ட சொல்லி கெத்தா வெளிய கூட்டிட்டு போவேன். கியூட்டா அவன மாதிரி 3 குழந்தை பெத்து. ഇതിന്റെയൊക്കെ ഇടയിലാണ് തന്റെ കൃഷി നശിച്ചത് കാരണം മനം നൊന്ത് ഒരു കർഷകൻ ഭൂമിനാഥന്റെ മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. കർഷകൻ തീപ്പെട്ടി ഉരയ്ക്കുമ്പോഴേക്കും തീ വേറെ എവിടുന്നൊക്കെയോ കത്തിപ്പിടിച്ച് അദ്ദേഹം മരിക്കുകയാണ്. കർഷകന്റെ മരണം ഭൂമിനാഥനെ മാറ്റിമറിക്കുകയാണ്. ഭൂമിനാഥൻ നാട്ടിലെ എല്ലാ മന്ത്രിമാരെയും എതിർത്ത് പോരാടാൻ തീരുമാനിക്കും. 9 അഡീഷണൽ ഡയറക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ, 31 ജോയിന്റ് ഡയറക്ടേഴ്സ്, 125 ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 12456 ஏரிகள் மூடப்பட்டிருக்கு. 27000க்கும் மேல குளங்கள் அழிக்கப்பட்டிருக்கு. 7 ஆறுகள் மூடப்பட்டிருக்கு. 125 டெப்யூட்டி டைரக்டர்ஸ். 2 ஏக்கர் வச்சிருக்க விவசாயியால அதிக லாபம் சம்பாதிக்க முடியும். ஐடில வேலை செய்யறவங்க அதிகமா டாக்ஸ் கட்ட முடியும். நான் காமிக்கிறேன். അങ്ങനെ കുറെ മാസ് ഡയലോഗുകൾക്ക് ശേഷം ഭൂമിയണ്ണന്റെ ഒരു സിനിമാറ്റിക് ഡാൻസ്. A few moments later. കോർപ്പറേറ്റുകളെ എതിർത്ത കാരണം നാസ ഭൂമിനാഥനെ അമേരിക്കയിലേക്ക് തിരിച്ചു വിളിച്ച് ഒരു സീക്രട്ട് മീറ്റിംഗ് നടത്തുകയാണ്. ആ സീക്രട്ട് മീറ്റിംഗ് ലോകത്തുള്ള എല്ലാവരും ന്യൂസ് ചാനലിലൂടെ കാണുകയാണ്. എല്ലാവരും ഇത് ന്യൂസിൽ കണ്ടില്ലേ? അതെ. അപ്പൊ ഇതെങ്ങനെ സീക്രട്ട് മീറ്റിംഗ് ആവും? ഇത് സീക്രട്ട് മീറ്റിംഗ് ആണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ
നാസയിൽ നിന്നും രാജിവെച്ച ഭൂമിനാഥൻ നാട്ടിൽ തന്റെ കഴിവും കാശും ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. 2 ഏക്കർ തോട്ടത്തിൽ നിന്ന് 6,22,000 രൂപ ഭൂമിനാഥൻ ഉണ്ടാക്കും. അപ്പോഴാണ് ഈ സിനിമയിലെ വില്ലൻ ദ ഡെവിൾ ഭൂമിയുടെ പ്ലാൻ എല്ലാം നശിപ്പിക്കുന്നത്. ഭൂമിനാഥന്റെ തോട്ടത്തിന് ആരൊക്കെയോ ചേർന്ന് തീയിട്ടു. അത് എതിർക്കാൻ വന്ന ഭൂമിനാഥനെ പോലീസുകാർ ചവിട്ടിക്കൂട്ടി നമ്മുടെ ഡെവിളിന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തു. என்ன பேஸ்ட் யூஸ் பண்ணுவ? சூப் இது. உனக்கு மிருதுவான மேனி வேணுமா இல்ல வேதமும் വിജ്ഞാനവും വേணுமா? ഇയാള് പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നതാണോ അതോ വില്ലനാണോ? ഡെവിൾ കുറച്ച് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് തിരിച്ചു പോകും. ഭൂമിയാണെങ്കിൽ പോലീസുകാരുടെ രക്ഷപ്പെട്ട് പിന്നെയും അയാളുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യും. நீங்க 5 ரூபாய்க்கு வித்த தக்காளி கடையில கஸ்டமர் கிட்ட போகும்போது 30 ரூபாய். அப்ப இடையில இருக்கிற 25 ரூபாய் லாபம் யாருக்கு போகுது? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഇയാള് നാസയിൽ നിന്ന് ജോലി രാജിവെച്ച് വരേണ്ടി വന്നു. இவருக்கு மட்டும் வேலை கொடுத்தோம்னா நம்ம பொருளுக்கான விலையை நம்மளால நிர்ணயம் பண்ண முடியும். അങ്ങനെ ജോലിയില്ലാത്ത എല്ലാ യുവാക്കൾക്കും ഭൂമിനാഥൻ ജോലി കൊടുക്കുകയാണ്. இங்க HR டீம் யாரா இருக்கீங்களா? வாங்க மேல வாங்க. பேக்கேஜிங் டிபார்ட்மெண்ட்ல இருந்து யாரா இருக்கீங்களா? டெலிமார்க்கெட்டிங் வேணும். அக்கவுண்டன்ட்ஸ். நீ சூப்பர்வைசர் தானே? வா மேல வா. டிரான்ஸ்போர்ட்டேஷன் தானே வாங்க. ഡാ നീ മൈറ്റാണല്ലേ? അത് ചേട്ടാ വാ 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 മേലെ വാ. இவர் மிஸ்டர் நிதின், சரஸ்வதி கம்பெனியோட ஓனர். இவருக்கு மட்டும் 12,000 டன் பருத்தி வேணுமா? நம்மளால கொடுக்க முடியுமா? இவர் மிஸ்டர் விஜய் ஃபுட் ப்ராடக்ட்ஸ். இவருக்கு வருஷம் ஃபுல்லா அரிசி பருப்பு மிளகானு எக்கச்சக்கமா வேணுமா? நம்மளால கொடுக்க முடியுமா? ഇത് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. നിങ്ങൾക്ക് 100 കോടി ലാഭം വേണത്രേ. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? മുടിയും. ഇനി ഇവിടെ മുടിഞ്ഞു പോകാനായിട്ട് ഒന്നും ബാക്കിയില്ല. എല്ലാവർക്കും ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കടന്ന് അങ്ങോട്ട് ചാടാണ്. ഇങ്ങനെ കടന്ന് തുള്ളിച്ചാടാനാണ് HR ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്റ്റ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്. ഇതൊന്നും പോരാത്തതിന് ഇതിന് ഫണ്ട് ഇറക്കാൻ കുറെ മണ്ടന്മാരും. இவங்க நம்மள நம்பி கொடுத்த அட்வான்ஸ் எவ்வளவு தெரியுமா? 500 கோடி. അല്ല, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓർഡർ എടുക്കാൻ ഇത്രയും ആൾക്കാർ പോണോ? ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു ചേച്ചി മത്തങ്ങയൊക്കെ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഭൂമിനാഥിനെ ഡെവിൾ വിളിക്കുന്നത്. ഡെവിളും ഭൂമിനാഥനും തമ്മിൽ അഡാറ് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഇയർഫോൺ ഊരിപ്പോയതുപോലും അറിയാതെയാണ് ഈ പൊട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെയോ നിൽക്കണ ഭൂമിനാഥൻ കേട്ടുത്രേ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റില് ഡയറക്ടർ കുറച്ച് സൂററൈ പോട്ടറൊക്കെ അങ്ങോട്ട് തിരികെ കയറ്റി. ഡെവിൾ ഒരു ലോറി സമരം ഉണ്ടാക്കി നമ്മുടെ ഭൂമിയണ്ണൻ ഡാൻസ് കളിച്ചുണ്ടാക്കിയ പ്രൊഡക്ട്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് തടയും. അപ്പൊ ഭൂമിയണ്ണൻ എന്ത് ചെയ്യും? ഭൂമിയണ്ണൻ നേരെ സൈക്കിളും ഉന്തുവണ്ടിയൊക്കെ കളത്തിലിറക്കി അതിലേക്ക് പ്രൊഡക്റ്റുകൾ മാറ്റിവെച്ച് വീണ്ടും ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. 500 ടൺ ഓർഡർ കൊടുത്തവർക്കൊക്കെ ഈ സൈക്കിളിൽ ഡെലിവറി കൊടുക്കുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും എടുക്കും. അങ്ങനെ ഭൂമിയണ്ണനും ടീമും പ്രൊഡക്റ്റുകളൊക്കെ കഷ്ടപ്പെട്ട് കടകളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ചവറൊന്നും വേണ്ട, യങ്ടാച്ച് എടുത്തോണ്ട് പൊക്കോളാൻ കടക്കാരൻ പറയും. അത് കേട്ട് ആകെ ടെൻഷൻ അടിച്ച ഭൂമിയുടെ ടീംമേറ്റ്സ് ഭൂമിയണ്ണനോട് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അപ്പൊ നമ്മുടെ ഭൂമിനാഥൻ പറയും, சூடா ஒரு டீ சொல்லு. ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിയാണോ ഇയാൾ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? சூடா ஒரு டீ சொல்லு. ഭൂമിനാഥൻ അയാളുടെ ഡെലിവറി വണ്ടികളൊക്കെ പൊളിച്ച് അതിനെ വെൽഡ് ചെയ്ത് കടയാക്കി മാറ്റും. മാസ്റ്ററാ, ഈ പാട്ടവണ്ടി പൊളിച്ച എന്താ കിട്ടുക? 2 കമ്പിയോ? എന്തായാലും കട റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ഡെവിള് വിളിക്കും. അയാൾ അയാളുടെ പ്രൊഡക്ട്സ് ഒക്കെ ജനങ്ങൾക്ക് പൊങ്കൽ ഓഫറായിട്ട് വമ്പിച്ച ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ തീരുമാനിക്കും. ഇതുകൂടി കേട്ടപ്പോ നമ്മുടെ ഭൂമിയണ്ണന്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഈച്ചകൾ മാത്രമാണ് വന്നത്. തകർന്നു പോയി നമ്മുടെ ഭൂമിയണ്ണൻ. പക്ഷെ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. പൊങ്കൽ ഓഫറായിട്ട് ഡെവിള് കൊടുത്ത പ്രൊഡക്റ്റുകളൊക്കെ കാശ് കൊടുത്ത് വാങ്ങി നിലത്തിട്ട് ഇവര് കത്തിക്കുകയാണ്. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇതൊക്കെ കാശ് കൊടുത്ത് തീയിലിട്ട് കത്തിക്കണ നേരം അതേ കാശ് കൊടുത്ത് ഇവർക്ക് ഈ ഭൂമിയണ്ണൻ ഉണ്ടാക്കിയ നല്ല സാധനങ്ങൾ വാങ്ങിച്ചൂടെ? എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ. അയ്യോ എന്തൊക്കെ മോനെ? ആസിഡിറ്റി. സൂറ റിപ്പോർട്ടറിന്റെ ക്ലൈമാക്സ് ആക്കാൻ നോക്കിയിട്ട് സുറയുടെ ക്ലൈമാക്സിന്റെ റേഞ്ച് പോലും കിട്ടാതെ പോയല്ലോ മക്കളെ. വിദേശികൾ വിഷം നിറച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങി കൂട്ടിയിട്ട് കത്തിച്ച് ഇവരെല്ലാവരും നാടിനെ രക്ഷിച്ചു. ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചാണ്ടാവണ വിഷവാതകത്തിൽ നിന്ന് നിങ്ങൾ ആരെ രക്ഷിക്കുക? പക്ഷിരാജനോ? എന്തായാലും ഈ കോപ്പറാട്ടിങ്ങളൊക്കെ കാണിച്ച് ഈ പടം എങ്ങനെയൊക്കെയോ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ സയൻസ് ഫിക്ഷൻ സിനിമയൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇൻഡസ്റ്റെല്ലാറിൽ നിന്ന് അടിച്ചു മാറ്റിയ ടിക് 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 വേണ്ട, ടാർസൻ അടിച്ചു മാറ്റി ഇറക്കിയ വനമകൻ വേണ്ട, ബാറ്റ്മാൻ കട്ടുണ്ടാക്കിയ മുഖം മൂടി വേണ്ട. നീ ഏതാടാ നായ?